ജ്യോതിഷ സംഹിതയിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാഗംകുളങ്ങര ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് തിരുനാഗംകുളങ്ങര അമ്പലം. ചേർത്തലയിൽ നിന്നും എറണാകുളത്തേക്ക് പോകുന്ന വഴിക്ക് ഹൈവേയിൽ നിന്നും വയലാർ കവലയിൽ നിന്നും 3 കിലോമീറ്റർ കിഴക്കുമാറിയാണ് നാഗംകുളങ്ങര സ്ഥിതി ചെയ്യുന്നത്. ഇത് മഹാദേവ ക്ഷേത്രമാണ്. മഹാദേവ ക്ഷേത്രമാണെങ്കിൽ കൂടി യക്ഷിയമ്മയുടെ പേരിലാണ് ഈ ക്ഷേത്രം പ്രസിദ്ധിയാർജിച്ചത്. തിരുനാഗംകുളങ്ങര നാഗേക്ഷിയമ്മ. ഈ ക്ഷേത്രത്തിന് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. അത് വൈക്കത്തെ അഷ്ടമിയായി ബന്ധപ്പെട്ടതാണ്. വൈക്കത്തഷ്ടമി നാളിൻ്റെ തലേ ദിവസം സപ്തമിയിൽ പ്രാക്രപാർത്ത മുനി ഭഗവാനെ കാണാൻ അവിടെ ചെന്നപ്പോൾ ഭഗവാനെ കണ്ടില്ല എന്നും ഭഗവാൻ എവിടെയാണ് എന്ന് നോക്കിയപ്പോൾ ഭഗവാൻ അവിടെ നിന്നും 2:6 പുറകുവശം ഒരു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ആ ഒരു ആൽത്തറയിൽ ഇരിക്കുന്നതായി മനസ്സിലായി. പ്രാക്രപാർത്ത മുനി സപ്തമി നാളിൽ ഈ ക്ഷേത്രത്തിൻ്റെ മുമ്പിലുള്ള ആൽത്തറയിൽ വന്ന് നോക്കിയപ്പോൾ ഭഗവാൻ പടിഞ്ഞോട്ടഭിമുഖമായിരുന്ന് സായാഹ്നത്തിൽ ധ്യാനത്തിലിരിക്കുന്ന ശിവനെയാണ് കണ്ടത്. ഈ ഭാവത്തിൽ തന്നെയാണ് വയലാർ നാഗംകുളങ്ങര അമ്പലത്തിൽ ഭഗവാൻ ഇരിക്കുന്നത്, ധ്യാനസ്വരൂപനായിരിക്കുന്ന മഹാദേവൻ. ക്ഷേത്രക്കുളത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. നാഗേക്ഷിയമ്മ ഈ ക്ഷേത്രത്തിൽ വസിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. നാഗരാജാവ് വയലാർ രാമവർമ്മ, അതായത് ഇപ്പോഴത്തെ വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ ഗൃഹത്തിൽ കുടുംബദേവതയായി ആണ് ഇരിക്കുന്നത്. വർഷത്തിൽ ഉത്സവ സമയത്ത് നാഗേക്ഷിയമ്മ നാഗരാജാവിനെ കാണാൻ അവിടെ പോവുകയും ഇറക്കെഴുന്നള്ളിപ്പ് പൂജകൾ നടക്കുകയും ചെയ്യുന്നു. നാഗരാജാവ് അവിടെയും നാഗേക്ഷിയും ഇവിടെ ഇരുന്നതായിട്ടുള്ള ഐതിഹ്യം എന്ന് പറയുന്നത് വയലാറിൻ്റെ മുൻ തലമുറക്കാർ, അതായത് തിരുമുൽപ്പാട് ഏറ്റുമാനൂർ ഭജനത്തിന് പോകുമായിരുന്നു. ഏറ്റുമാനൂർ ഭജനം ഇരിക്കുമ്പോൾ സ്വപ്നദർശനം ലഭിക്കുകയും അവിടെ കുളത്തിൽ 2 ബിംബങ്ങൾ ഉയർന്നു വരുമെന്ന് കാണുകയും അത് തറവാട്ടിൽ കൊണ്ടുപോയി ആരാധിക്കണമെന്ന് കണ്ടു. അങ്ങനെ തിരുമുൽപ്പാട് വള്ളത്തിൽ 2 വിഗ്രഹവും കൊണ്ട് ഇപ്പോൾ കാണുന്ന നാഗംകുളങ്ങര ക്ഷേത്രത്തിൽ എത്തുകയും അവിടെ വിശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ വിശ്രമിച്ച് സായാഹ്നത്തിലെ സ്നാനാദികളെല്ലാം കഴിഞ്ഞ് ബിംബം എടുക്കാൻ ശ്രമിക്കുമ്പോൾ നാഗേക്ഷിയുടെ അമ്മയുടെ ബിംബം അനങ്ങുന്നില്ല. നാഗരാജാവിൻ്റെ ബിംബം തറവാട്ടിലേക്ക് കുടിയിരുത്തുകയും ചെയ്തു. ശേഷം ദേവപ്രശ്നത്തിൽ നാഗേക്ഷിയമ്മ ഇവിടെ ഇരുന്നുകൊള്ളാമെന്നും നാഗരാജാവിനെ കാണാൻ ഞാൻ വർഷത്തിൽ അവിടെ എത്തിക്കൊള്ളാമെന്നും അരുൾപ്പാട് ചെയ്തു എന്നാണ് ഐതിഹ്യം. തിരുനാഗംകുളങ്ങര യക്ഷിയമ്മയ്ക്ക് എല്ലാ മാസത്തെ ആയില്യത്തിനും 100 പാലും തളിച്ചുകൂടി നടത്തപ്പെടുന്നു. വിശേഷാൽ മേടം 10, കന്നി, തുലാമാസത്തിലെ ആയില്യം എന്നിവയാണ് പ്രധാനപ്പെട്ട ആയില്യം തളിച്ചുകൂടകൾ. തിരുനാഗംകുളങ്ങര മഹാദേവന് വിശേഷാൽ 1000 കുടധാരയുണ്ട്, സാധാരണ ധാരയുണ്ട്. ഭഗവാന് വെള്ളനേദ്യം, ഇടിച്ചുപിഴിഞ്ഞ് പായസം എന്നിവയാണ് നേദ്യക്രമങ്ങൾ. ക്ഷേത്രത്തിലെ നാലമ്പലത്തിനകത്ത് ഇടതുഭാഗത്തായി ഗണപതിയും ധർമ്മശാസ്താവും ഇരിക്കുന്നു. ശാസ്താവിന് എള്ളുനേദ്യം, എള്ളുതിരികൾ എന്നിവ കത്തിച്ച് ആരാധിക്കാറുണ്ട്. ക്ഷേത്ര കൊടിമരത്തിൻ്റെ ഈശാന കോണിൽ ഒരു കാവ് കാണപ്പെടുന്നു. ഇത് നാഗരാജാവ് വസിക്കുന്നതായാണ് സങ്കല്പം. മുൻകാലങ്ങളിൽ, അതായത് 10-50 വർഷത്തിന് മുകളിൽ ഒരു നാഗം, അതായത് വാസുകി നാഗം ഇവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നും ആ വാസുകി നാഗം ആ കാവിലേക്ക് ഉൾമറഞ്ഞു എന്നും വിശ്വാസമുണ്ട്. അതിനാൽ അവിടെ വാസുകി, അതായത് നാഗരാജാവ് വസിക്കുന്നതായും വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്രത്തിൻ്റെ വായു കോണിൽ ബ്രഹ്മർഷസ്വാമിക്ക് ആലയമുണ്ട്. സർപ്പദോഷം, നാഗദോഷം, രാഹുർദോഷം, രാഹു ദശാകാലയളവ് ഉള്ളവർ തിരുനാഗംകുളങ്ങര നാഗേക്ഷിയമ്മയെ പ്രാർത്ഥിക്കുകയും പട്ട് മഞ്ഞൾ നടക്കി വയ്ക്കുകയും 100 പാലും തളിച്ചുകൂട് നടത്തുകയും ചെയ്യുന്നത് നല്ലതാണ്.
മഹാദേവന് ധാര നടത്തുക, വില്ലുപത്രം അതായത് കൂവളം കൊണ്ട് മാല ചാർത്തുക, വെള്ളനേദ്യം നടത്തുക ഇത്യാദികൾ നടത്തുന്നത് നല്ലതാണ്. നാഗംകുളങ്ങര ക്ഷേത്രം രാവിലെ 5 മണിക്ക് നട തുറന്ന് ഉച്ചപൂജയോടുകൂടി നട അടയ്ക്കുകയും വൈകുന്നേരം 5:30 നട തുറന്ന് 8 മണിക്ക് നട അടയ്ക്കുകയും ചെയ്യുന്നു. ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുവാൻ ക്ഷേത്രത്തിലെ തിരുവുത്സവം ക്ഷേത്രം തന്ത്രി വേഴാപ്പറമ്പൻ നമ്പൂതിരിപ്പാടിൻ്റെയും ക്ഷേത്രം മേൽശാന്തി വാസുദേവ ഭട്ടിൻ്റെയും നേതൃത്വത്തിൽ ഉത്രട്ടാതി നക്ഷത്രത്തിൽ കൊടിയേറി ആറാട്ടോടെ സമാപനം കുറിച്ചു.
കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം. വീഡിയോ കണ്ടവരെല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമസ്കാരം. ജ്യോതിഷ ആവശ്യങ്ങൾക്കെല്ലാം ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പ്രശ്നം, പരിഹാരം, തൊഴിൽ തടസ്സങ്ങൾ, വിവാഹ തടസ്സങ്ങൾ എന്നിവ അറിയുന്നതിന് ഈ നമ്പറിൽ ഓൺലൈൻ സേവനം ലഭ്യമാണ്. വേണു തിരുമേനി. എല്ലാവർക്കും നമസ്കാരം.